വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെ അടിയന്തരമായി കണ്ടെത്തണമെന്ന് യൂത്ത് ലീഗ് തിരുവള്ളൂർ ശാഖാ സെക്രട്ടറി പി.കെ. മുഹമ്മദ് കാസിം. മുൻ എം.എൽ.എ കെ ലതിക അടക്കമുള്ളവരുടെ ഫേസ്ബുക്ക് പേജിൽ തന്റെ പേരിൽ പ്രചരിച്ച സ്ക്രീൻഷോട്ട് ഇപ്പോഴുമുണ്ട്. ഇതിനെതിരെ നടപടി വേണമെന്നും മുഹമ്മദ് കാസിം മീഡിയ വണിനോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രചരിച്ച കാഫിർ പോസ്റ്റർ നിർമ്മിച്ചത് കാസിമല്ലെന്ന് പോലീസ് ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ ആരോപണ വിധേയനായിട്ടുള്ള ഈ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഈ മെസ്സേജ് അയച്ചു എന്ന ആരോപണ വിധേയനായിട്ടുള്ള തിരുവള്ളൂർ യൂത്ത് ലീഗ് ശാഖാ സെക്രട്ടറി ആയിട്ടുള്ള കാസിമല്ല ഇത് ചെയ്തതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയതെന്നാണ് ഹൈക്കോടതിയിൽ പോലീസ് നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം കാസിം തന്നെ ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. കാസിമെ, നേരത്തെ തന്നെ പോലീസ് ഇത് പറഞ്ഞിരുന്നു, ഇപ്പോൾ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? നിലവിലെ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ 25-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേദിവസമാണ് വൈകുന്നേരത്തോടു കൂടി ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അന്നേ നമ്മൾ ഇതിനെ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസ് പ്രഥമദൃഷ്ട്യാ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയും അത് എനിക്ക് രേഖാമൂലം എഴുതി തരികയോ ഇതിനോ തയ്യാറായിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രഥമദൃഷ്ട്യാ എന്നിലൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു രേഖ നമുക്ക് ഇപ്പം ലഭിച്ചിരിക്കുകയാണ്. അതിൽ സന്തോഷിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള നിയമ പോരാട്ടങ്ങളുമായി നമ്മൾ തുടരാൻ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇതിൻ്റെ കുറ്റക്കാർ ആരാണ് എന്നുള്ളത് കൃത്യമായി കണ്ടെത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിയെയും എന്നെയും ഇകത്തുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് എതിർ കക്ഷികളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ പിന്നിലുള്ള ആളുകളെ ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അത് ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇതിപ്പം ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തുക മറ്റാരേക്കാളും കൂടുതൽ കാസിമിന്റെ ആവശ്യം മാറിയിരിക്കുകയാണല്ലോ. തീർച്ചയായും കഴിഞ്ഞ ദിവസം പോലും മുൻ എം.എൽ.എ എക്സ്-എം.എൽ.എ കെ ലതിക കഴിഞ്ഞ ദിവസം കോടതിയിൽ എന്തായിട്ടുണ്ട്, ഇത് വ്യാജമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ പേരിലല്ല, ഇത് ഞാനല്ല ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ട് പോലും കഴിഞ്ഞ ദിവസം ഞാൻ ഈ സമയം പോലും കെ ലതിക അടക്കമുള്ള ആളുകളുടെ FB പേജ് ഞാൻ ഇന്നും പരിശോധിച്ചിട്ടുണ്ട്. ഇന്നും ആ വാളുകളിൽ അത് കിടക്കുന്ന സാഹചര്യത്തിൽ കുറ്റ്യാടിയിൽ പ്രത്യേകിച്ചും വടകരയിൽ വർഗീയ ആഹ്വാനത്തിന് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ അതല്ലെങ്കിൽ അത് തെളിയിക്കപ്പെടാൻ സമൂഹത്തിന് സാധിക്കാത്ത സാഹചര്യത്തിൽ അത് മാറ്റാനുള്ള ഒരു ഉത്തരവാദിത്വം എന്താക്കണം ഈ രാഷ്ട്രീയ നേതൃത്വം എന്നുള്ള നിലയിൽ CPM-ന്റെ ആളുകൾ തയ്യാറാവേണ്ടതാണ്. അതിൽ പോലും അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം ഇപ്പോഴും ആ വാളുകളിൽ ഞാനല്ല എന്ന് പോലും കോടതിയിൽ പോലും കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് എന്താണെന്നത് അറിയിക്കുന്നത്. എന്നിട്ട് പോലും അത് വാളിൽ കിടക്കുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഹീനമായി കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഇതിപ്പം ഈ കാസിമിന് എന്തുകൊണ്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാസിമിന്റെ പേരിൽ എന്തുകൊണ്ട് ഇത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും? ഇങ്ങനെ നിരന്തരം ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ആളാണോ? അല്ല, ഞാൻ പലപ്പോഴായിട്ടും സാമൂഹ്യ മാധ്യമങ്ങൾ അങ്ങനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളല്ല. നിലവിൽ തിരുവള്ളൂർ പഞ്ചായത്തും ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റുകളാണ് പലപ്പോഴും ഞാൻ അതിൽ ഷെയർ ചെയ്യാറുള്ളത്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതെന്നുള്ളത് കോഴിക്കോട് ജില്ലാ MSF-ന്റെ സെക്രട്ടറിയാണ് ഞാൻ നിലവിൽ. പാർട്ടിയുടെ ഘടകകക്ഷി എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഭാരവാഹിത്വം എന്നുള്ള നിലക്ക്. അപ്പോൾ എന്നെ തിരഞ്ഞെടുക്കാൻ സാധ്യത അതായിരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തിരുവള്ളൂരിൽ രാഷ്ട്രീയപരമായിട്ട് തിരുവള്ളൂർ പഞ്ചായത്ത് 37 വർഷം ഭരിച്ച ഒരു പഞ്ചായത്ത് CPM-ന് ഞാൻ ഉൾപ്പെടുന്ന വാർഡ് നഷ്ടപ്പെട്ടതോടുകൂടിയായിരുന്നു നഷ്ടമായിട്ടുള്ളത്. അപ്പോൾ അതും ഇതിൻ്റെ ഭാഗമായി വരാനാണ് ഞാൻ മനസ്സിലാക്കുന്ന സാധ്യതകൾ എന്നുള്ളത്. വ്യക്തിപരമായിട്ട് അറിയുന്നവരാവാൻ സാധ്യതയുണ്ടോ ഇതിന് പിന്നിൽ? അങ്ങനെ സംശയിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യക്തിപരമായിട്ടുള്ള ആളുകൾ ഇല്ലാതെ എന്താവില്ല, എൻ്റെ ഫോട്ടോയോ ഞാനുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളോ കൊടുക്കാൻ പറ്റില്ല. നിലവിൽ ഇതിന് പ്രാദേശികമായിട്ട് സപ്പോർട്ട് ഉണ്ടായേക്കാം. പക്ഷെങ്കിൽ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായ പല സമയങ്ങളിലും കുറ്റ്യാടിയിൽ പല പ്രചരണങ്ങളും നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പാറക്കൽ അബ്ദുള്ള സാഹിബ് ഇത് ഇലക്ഷൻ നയിക്കുമ്പോൾ ഏറ്റവും വലിയ വർഗീയ ചീട്ട് ഇവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു.